ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമിഴിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത് ഗൈസ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിങ് കിട്ടുന്ന ഒരു 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കാണ്. ഒരു കിടക്കാച്ച ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് എന്തായാലും റെഡിങ് നിങ്ങൾക്ക് കിട്ടുന്നുള്ള ഉറപ്പായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ബാക്കിയുള്ള ആപ്പുകളെ പോലെ നല്ല പെട്ടെന്ന് തന്നെ കോയിൻസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ആഡുകളൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് കോയിൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കുക. അതുപോലെ തന്നെ 800 കോയിൻസ് മാത്രമേ നിങ്ങൾക്ക് 10 രൂപയുടെ റെഡിങ് നിങ്ങൾക്ക് കിട്ടാൻ. അപ്പോൾ ഇനി അധികം ഒന്നും പറഞ്ഞ് ബോറടിക്കുന്നില്ല. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിന്നെ എടുക്കാം. കമൻറ്റ് ബോക്സ് പിന്നെ വെച്ചാൽ ലിങ്കുകളൊക്കെ വഴി നിങ്ങൾ കയറി ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെൽക്കം ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഇതേപോലെ ഓപ്ഷൻ നിങ്ങൾക്കായിട്ട് കാണുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ അടിയിൽ കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ അതിന് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഓപ്ഷനായിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ കുറേ ഭാഷകളുണ്ട്. നമ്മൾ ഇന്ത്യയിലൊന്നുമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജാണ് നിങ്ങൾ യൂസ് ചെയ്യുക. അത് ഓൾറെഡി അവിടെ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് നെക്സ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അടിച്ചു നോക്കുമ്പോൾ ഇതേപോലത്തെ ഓപ്ഷനുകളൊക്കെ നിങ്ങൾ വരിക. ഇവിടെ നിങ്ങൾ ചെറുതായിട്ട് അഗ്രിയും കാണൊക്കെ ചെയ്ത് കൊടുക്കണം. വലിയ പ്രശ്നമൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അങ്ങനെ നിങ്ങൾ അഗ്രിയും കാണൊക്കെ ചെയ്താൽ ഇതേപോലത്തെ ഓപ്ഷനിലേക്കൊക്കെ വരിക. ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ടും നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഇമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ലോഡായിട്ട് അടുത്ത പേജിലേക്ക് വരും. അപ്പോൾ കയറുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും കാണാൻ പറ്റുക. അവിടെ നിങ്ങൾക്ക് ഒന്നും ഓപ്പൺ ആക്കി ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ പ്ലേ ടൈം ഗെയിംസ് എന്ന സംഭവം കാണും. അത് മാത്രമേ നിങ്ങൾ ഗെയിമുകളൊക്കെ ഈ ആപ്പിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഓപ്പൺ ആയി കിടക്കത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷനുകൾ കാണാൻ പറ്റും. അപ്പോൾ പ്ലേ ടൈം എന്ന് പറയുന്നത് ആപ്പ് പ്രൈസ് എന്നൊക്കെ പറയും. അതുപോലെ പ്ലേ ടൈം എന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലത്തെ ഒരു പേജും നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇവിടെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ചോദിക്കുന്ന ഞങ്ങൾക്കൊന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ആപ്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആപ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ അൺലോക്ക് ആകത്തുള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും നല്ലത് നോക്കി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും ടോപ്പ് കാണുന്ന ഗെയിം തന്നെ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ നിങ്ങൾക്ക് 9 കോയിൻസ് വെച്ച് ഏൺ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഇവരുടെ ലിങ്ക് വഴി നിങ്ങൾ കയറണം, ഗെയിമിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കയറണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോയിൻസ് നിങ്ങൾ കിട്ടത്തില്ല. അതേപോലെ തന്നെ മൊബൈൽ ഡാറ്റ ഓൺ ആക്കിയേക്കണം. മൊബൈൽ ഡാറ്റ ഓൺ ആക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾ കിട്ടത്തില്ല. പെർ മിനിറ്റിന് 9 കോയിൻസ് വെച്ച് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് 557 കോയിൻ വരെ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും അൺലോക്ക് ആവും. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സർവേയിൽ പങ്കെടുക്കാൻ, അതുപോലെ തന്നെ ഓരോ ആപ്പുകളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ ഇവിടെ പരസ്യം കാണാൻ പറ്റും. അപ്പോൾ ഒരു പരസ്യം കണ്ട് കോയിൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇവിടെ അല്ല, അത് വേറൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോയിൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ആഡുകളൊക്കെ കണ്ടുകൊണ്ട് കോയിൻസുകളൊക്കെ ഏൺ ചെയ്യാൻ കഴിയാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഏറ്റവും ടോപ്പ് തന്നെ നോക്കുമ്പോൾ സൂപ്പർ ഓഫീസ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ക്ലിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഓഫറുകളൊക്കെ അൺലോക്ക് ചെയ്യണമെങ്കിൽ 29 ഡയമണ്ടും നിങ്ങൾക്ക് വേണം. അപ്പോൾ ഈ ഡയമണ്ടും നിങ്ങൾക്ക് എങ്ങനെ ഏൺ ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് നിങ്ങൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻ കാണിക്കും, പ്ലേ ഗെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതേപോലത്തെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് കളറാണോ കാണുന്നത്, മുകളിൽ കാണുന്ന കളർ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനെ സെലക്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഏതായാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും ക്ലെയിം 1 ഡയമണ്ട് കാര്യങ്ങൾ. അപ്പോൾ അവിടെ അതിൻ്റെ ഇപ്പുറത്തെ പ്ലേ ഗെയിം പറയും. അപ്പോൾ അവിടെ ഇവിടെ എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യാൻ അത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആഡും കാണൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ആഡും കാണൊക്കെ കണ്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയമണ്ടും കാണൊക്കെ കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയമണ്ടും കളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഈ ഡയമണ്ട് കളൊക്കെ ഏൺ ചെയ്ത് അത് അൺലോക്ക് ആക്കുന്നത് കാണിച്ചു തരുന്നില്ല. കാരണം ഞാനത് പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് എനിക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോകളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ആപ്പത്തെ അടുത്തൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെഫറിങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കോയിൻസുകളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അടിയിൽ ഏറ്റവും താഴത്തെ ഒരു ഗിഫ്റ്റിൻ്റെ ഒരു ബോക്സ് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് അതേപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലിങ്ക് ആൾക്കാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നവർക്ക് വിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ലിങ്ക് വഴി കയറുകയാണെങ്കിൽ അവർക്കും കിട്ടും കോയിൻസ്, അതുപോലെ തന്നെ നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും കോയിൻസ്. അപ്പോൾ നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് വെൽക്കം ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ലിങ്ക് തന്നെ വേണമെന്നില്ല, വേറെ ആരും ലിങ്ക് ആയാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് 800 കോയിൻസുകളൊക്കെ ഉണ്ടെങ്കിൽ 10 രൂപയുടെ റെഡിഗോണുകളൊക്കെ വിൻ ചെയ്യാമെന്ന്. അപ്പോൾ 10 രൂപയുടെ റെഡിഗോൺ മാത്രമല്ല നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ UPI ക്യാഷും ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് UPI ക്യാഷ് അല്ലെങ്കിൽ റെഡിഗോണുകൾക്കായിട്ട് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് മുകളിലൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തെടുത്താൽ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആൾക്കായി വരിക. അപ്പോൾ അവിടെ മുകളിലൊരു വിഡ്രോവൽ എന്ന ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ വിഡ്രോവൽ നിൽക്കാൻ ഇതേപോലത്തെ 2 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇത് UPI ക്യാഷും ഉണ്ട്, അതേപോലെ തന്നെ റെഡിഗോണും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സെലക്ട് ചെയ്യുക. ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ റെഡിഗോൺ കണക്കാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ യു പി ഐ ക്യാഷ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ യു പി ഐ ക്യാഷ് വിഡ്രോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ റെഡിങ്ങും കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്യുന്നതാണ് കാണിച്ചത്. പക്ഷേ എൻ്റെ കോയിൻസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് വിഡ്രോ ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ നെയിമും അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ജിമെയിൽ ഐ ഡിയും കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയിലേക്ക് ആൾക്കാർക്ക് റെഡിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് 24 മണിക്കൂറിനുള്ളിൽ മാത്രമേ നിങ്ങൾക്ക് റെഡിങ്ങും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെഡിങ്ങും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെലക്ട് ചെയ്ത് എത്രയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അത് സെലക്ട് ചെയ്തതിന് ശേഷം വിഡ്രോ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യുക.